ബി.ജെ.പി. നേതാവ് ദേശീയ പതാകയെ അധിക്ഷേപിച്ചതിലും മന്ത്രി വി ശിവൻകുട്ടിയെ അപമാനിച്ചതിനും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പാലക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നഗരസഭാ കൗൺസിലർ സ്ഥാനം എൻ ശിവരാജൻ രാജിവെക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ആർ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ പതാക മാറ്റി കാവിക്കൊടിയാക്കണമെന്ന പരാമർശത്തിനെതിരെയും മന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിനെതിരെയും ഡിവൈഎഫ്ഐ പോലീസിൽ പരാതി നൽകി. തീർച്ചയായും ഇതിനെതിരെ പരാതി കൊടുക്കണമെന്നുള്ളതാണ്. പരാതി എന്നതിനപ്പുറത്തായി RSSകാരനായ ഇവിടുത്തെ കൗൺസിലറുടെ നാവ് ഇതിന് മാത്രമല്ല, ഇതിനു മുമ്പ് പത്രപ്രവർത്തകർ ഇവിടെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ അദ്ദേഹം ഭരണഘടന തൊട്ടാണ് സത്യം ചെയ്ത് കൗൺസിലറായിട്ടുള്ളത്. ആ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണമെന്നുള്ളതാണ്. ഭരണഘടനയെ വെല്ലുവിളിച്ച ഈ കൗൺസിലർ ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ പദവി പിൻവലിപ്പിക്കാൻ ഇവിടുത്തെ BJP നേതൃത്വം തയ്യാറാവണം. ഇവിടെ അത്യന്തം ഗൗരവമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇവിടുത്തെ കൗൺസിലർ നടത്തിയിട്ടുള്ളത്. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഇതിലെന്താണ് പറയാനുള്ളത് എന്ന ആഗ്രഹം കൂടി ഡിവൈഎഫ്ഐക്കുണ്ട്. ഡിവൈഎഫ്ഐ ഇതിനകത്ത് പരാതി നൽകും. കൗൺസിലർ സ്ഥാനം രാജിവെക്കണം. ഇത്തരത്തിൽ വർഗീയ വിഷമാണ് തുപ്പിയിരിക്കുന്നത്. ആ വർഗീയ വിഷം തുപ്പുന്ന കൗൺസിലർമാരെ, BJPയുടെ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ BJP തയ്യാറുണ്ടോ എന്നുള്ളതാണ് സൂചിപ്പിക്കാനാണ്. ഇവിടെ അതിശയോക്തിയില്ല. RSS ദേശീയ പതാകയെ അംഗീകരിക്കാത്ത പ്രസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ തന്നെ അവർ ദേശീയ പതാകയെ അംഗീകരിക്കില്ല, ദേശീയ ഗാനത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. അവരുടെ ലക്ഷ്യം ഇതാണ്. അത് ഇപ്പോഴെങ്കിലും പുറത്തു വന്നതിൽ സന്തോഷമുണ്ട്. ഇവിടെ ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രി അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാവും. രാഷ്ട്രീയമായി രണ്ട് ചേരിയിലായിരിക്കും. പക്ഷേ ഒരു പൊതുവേദിയിൽ ഒരു മന്ത്രിയെ ഇങ്ങനെയെല്ലാം അധിക്ഷേപിക്കാമോ? അങ്ങനെ അധിക്ഷേപിച്ചിട്ടുള്ള ഈ ശിവരാജൻ എന്ന് പറയുന്ന കൗൺസിലർ ഏത് തരം രാഷ്ട്രീയ ബോധമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്? അപ്പോൾ മന്ത്രിയെ അധിക്ഷേപിച്ച, ഭരണഘടനയെ വെല്ലുവിളിച്ച ഈ കൗൺസിലർക്കെതിരായി ഡിവൈഎഫ്ഐ പരാതി നൽകും. ഭരണഘടനയുടെ പകർപ്പേന്തിയായിരുന്നു പ്രകടനം. ബ്ലോക്ക് സെക്രട്ടറി നാസിം, പ്രസിഡന്റ് വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സുൽത്താൻപേട്ട ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം 5 വിളക്കിന് സമീപം സമാപിച്ചു. UTV ന്യൂസ്, പാലക്കാട്.